ഭാഷ എങ്ങനെയാണ് ഉണ്ടാവുക? ഭാഷ ഉണ്ടാകുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നാണ്. അതല്ലാതെ ഭാഷ ആദ്യം ഉണ്ടായി അതുപയോഗിക്കാനായി കുറെ മനുഷ്യരുണ്ടായി വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാം. ഭാഷ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഭയങ്കര അഭിമാനത്തോടെ ഇപ്പോൾ ഒരു എറണാകുളംകാരൻ വേറൊരു എറണാകുളംകാരനെ കാണുമ്പോൾ നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മലപ്പുറത്തുകാരൻ നീ ബെയിച്ചോ എന്ന് ചോദിക്കും. അതില് രണ്ട് അഭിമാനങ്ങളുടെ കൂടിച്ചേരലാണ്. അതായത് ഒരാളുടെ സഹജമായ ജീവിതത്തിൽ നിന്നാണ് അവൻ്റെ ഭാഷ ഉരുവായി വരുന്നത്. ലോകത്തുള്ള എല്ലാ പഴഞ്ചൊല്ലുകൾക്കും, മലയാളത്തിലുള്ള എല്ലാ പഴഞ്ചൊല്ലുകൾക്കും മലപ്പുറത്തിൻ്റെതായ പഴഞ്ചൊല്ലുകളുണ്ട്. അതേ അർത്ഥം വരുന്ന പഴഞ്ചൊല്ലുകൾ, അതേ അർത്ഥം വരുന്ന വാക്കുകളുണ്ട്. ബേജാറാവുക എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് പറയും, ഇടങ്ങേറാക്കുക എന്ന് മലപ്പുറത്ത് പറയും. ഇതെല്ലാം ഭാഷയുടെ അതിസുന്ദരമായ പ്രകാശനങ്ങളാണ്. കാരണം ഭാഷ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല, അത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് ജീവിച്ച് രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അങ്ങനെ രൂപപ്പെടുത്തുന്ന ഭാഷയുള്ള ഒരാളെയാണ് സ്വത്വബോധമുള്ള ഉഗ്രമായ ഒറിജിനലായ മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒറിജിനൽ അല്ലാതെ, മൗലികമായല്ലാതെ സംസാരിക്കാനും ജീവിക്കാനും നിങ്ങൾ തയ്യാറാവുമ്പോൾ നിങ്ങളല്ലാതാവുകയും നിങ്ങൾ മൗലികമായി ജീവിക്കുന്ന നിങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് സന്നിവേശിക്കുന്ന ഭാഷയെ പ്രകാശിപ്പിക്കുന്നവരായി മാറുമ്പോൾ നിങ്ങൾ മൗലികരായ മനുഷ്യരായി മാറുകയും ചെയ്യും. ഇങ്ങനെ മൗലികരായ മനുഷ്യരെ, കൂടുതൽ കൂടുതൽ വലിയ മനുഷ്യരെ സൃഷ്ടിക്കുക, ആ വലിയ മനുഷ്യരെ സാമൂഹികമായ സംഘാടനങ്ങളിലേക്ക് നയിക്കുക എന്നുള്ള അസാധാരണമായ ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ഓരോ സാഹിത്യോത്സവങ്ങളിലും നടക്കുക.